ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ബീഫ് ഒലത്തിയാലോ? ഇത് കട്ടപ്പനയിൽ ബസ് കയറി വന്ന ബീഫാണ് കേട്ടോ. ഇത് ഒരു പ്രത്യേകതരം കവറിലാക്കി ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. കട്ട് ചെയ്യുന്ന കത്തി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതൊരു കോംബോ ആയിരുന്നു. 3 കത്തി ഉണ്ടായിരുന്നു. നല്ല മുറിച്ചുള്ള കത്തിയാണേ. ഇപ്പോൾ എങ്ങനെയാണോ ഒത്തിരി വലുപ്പത്തിലാക്കുന്നതിലും ബീഫ് നമുക്ക് കടിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നല്ല ചെറുതാക്കി ബീഫ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും ഇത്രയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. ബീഫിനകത്ത് നിന്ന് വെള്ളം വരും. അങ്ങനെ നമ്മൾ കുക്കറിൽ അത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം അതിനകത്ത് വേണ്ട സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ചട്ടി ചൂടാക്കുക. അതിനകത്തേക്ക് നമ്മൾ കടുകിട്ടു. പിന്നീട് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില നമുക്ക് 2 രീതിയിൽ ഇടാം. ഒന്നല്ലെങ്കിൽ ആ എണ്ണയ്ക്കകത്തേക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടാമേ. അങ്ങനെ നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ബീഫ് വെന്ത് പോകുന്ന ഇഷ്ടമാണ്, ചിലർക്ക് അത് ഓവറായിട്ട് വെന്ത് പോകുന്ന ഇഷ്ടമില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേവ് അതനുസരിച്ചിട്ട് അത് വേവിച്ച് വെക്കുക. അതിനുശേഷം മസാല ഇടുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല കുറച്ചിടുക, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മളിവിടെ മസാല ചേർത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ബീഫ് വെന്ത് വരുമ്പോൾ അതിനകത്ത് കുറച്ചധികം വെള്ളം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിത് ബീഫ് ഉലർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ശരിക്കും. അതുകൊണ്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ആ കഷ്ണം മാത്രം നമുക്ക് ഈ അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ബീഫ് ഉലർത്തിയതിന് ശരിക്കും ഒരു ബ്ലാക്ക് കളറാണ്. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ പിന്നീട് ചേർത്തത്. അത് നേരത്തെ മസാലയുടെ കൂട്ടത്തിൽ ഇടല്ല. ബീഫ് ഇട്ടതിന് ശേഷമേ കുരുമുളക് പൊടി ഇടാവുള്ളേ. ഇത് നന്നായിട്ട് ഇനി എത്രത്തോളം ഇളക്കിയെടുക്കുന്നു അതനുസരിച്ചിട്ടാണ് ഇത് നല്ല കറുത്ത കളറിൽ വരുവേ. അപ്പോൾ കുറേ നേരം അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഏത് സ്റ്റേജിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ച് ഇളക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് ആ ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ജസ്റ്റ് ഫോട്ടോയെ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. ഇതിനകത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും ചേർക്കാം കേട്ടോ. അത് ഇട്ടേക്കുന്നതാണ് നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത്. അതൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി. ബീഫ് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാക്കി ഒരു 3-4 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്